ഡെഡ് ബോഡി. ഉർവശി വന്നിട്ടും മേനക വന്നിട്ടും വിശ്വാമിത്രന്റെ തപസ്സിളകിയില്ല. അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസ്സിളക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതയെയാണ് ദേവേന്ദ്രൻ വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ അയച്ചത്. അടുത്ത ഇനം മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക. വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവിറച്ചുപോയ ഗുരുവിനെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോ കാമുകി എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റ ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു. ഇനിയും എന്തൊക്കെയുണ്ട് പാണന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ? അംഗമെടുക്കും ആയുധബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല. മടങ്ങിപ്പോ മക്കളെ. ഇനി നമുക്ക് പൂരപ്പറമ്പിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ട്രൂപ്പ് മാനേജർ ആരാ? കിടക്കുന്നു. ഹലോ ഹലോ, ട്രൂപ്പ് മാനേജർ അല്ലേ? അതെ. എന്താ സംശയം? സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഈ ബാഗിലോട്ട് നോക്കിയാൽ. ഫെബ്രുവരി ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യണം. ഫെബ്രുവരി ഭയങ്കര പ്രശ്നമാണ്. ഏതൊക്കെ ദിവസങ്ങളാണ്? ഫെബ്രുവരി അതായത് ജനുവരി 1, 2, 3, 4, 5 ഇല്ല. 6-ാം തീയതി ഇല്ല. പിന്നെ ആകെയുള്ളൊരു ദിവസം ഫെബ്രുവരി 29-ാം തീയതി കഴിഞ്ഞു. ഫെബ്രുവരി 29 നമുക്ക് അച്ഛനെ കാണാം. ഞാൻ പോടോ, അച്ഛനെ കാണോ, ചെമ്മാച്ചനെ കാണോ, ഇവരില്ലെങ്കിൽ ചുമ്മാച്ചനെ കണ്ടോ, എനിക്കെന്താ പ്രശ്നം? ഓ, എന്താണ് വണ്ടി നിർത്തിയേ? ദേ ഒരാൾ വഴിയിൽ കിടക്കുന്നു. ഇറങ്ങ്, നമുക്കൊന്ന് പോയി നോക്കാം. വാ വാ. ഞാനിതാ കാണുന്നു കറുത്ത അംബാസിഡർ കാർ KCF 4162 ഇപ്പോ തോപ്പുംപടിയിലെത്തിക്കാണും. പ്രവചനമായിരിക്കും. ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്ന ഒരാളുണ്ടല്ലോ. എന്താളുടെ പേര്? ആരെങ്കിലും ആവട്ടെ, അതേപോലുള്ള പ്രവാചകനായിരിക്കും. എടോ ജിമ്മി വാടോ. ഇവിടെ നിന്നാ മതിയോ? നിനക്ക് വേറെ പണിയില്ലൂടെ? വഴി കിടക്കുന്ന പിച്ചക്കാരനെയൊക്കെ പിടിച്ച. ഇത് പിച്ചക്കാരനൊന്നുമല്ല. വിളിച്ചു പറയുന്നു. എടാ സാബു ചോദിക്ക്. എന്നിട്ട് വണ്ടിയിൽ 2 പേരുണ്ട്. അവർ മദ്യപിച്ചിരിക്കും. നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും സ്വാമി? അവർക്കൊന്നും സംഭവിക്കില്ല. അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത്. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. എന്നെ വേഗം ആശുപത്രിയിൽ ഒന്ന് എത്തിക്കണം. ഇപ്പോഴെന്തായാലും പാവം ഒന്ന് പിടിക്കണം. നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടാ ഇത്ര ദുഷ്ടന. താങ്ങിക്കോ, എല്ലാരും കൂടി താങ്ങിക്കോ. ഓ, തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന്. ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും. ഒന്നുമില്ലെങ്കിൽ താനൊരു മുസ്ലിം അല്ലടോ. ആണച്ചോ, അതുകൊണ്ടാണല്ലോ ഞാൻ വൈൻ മാത്രം അടിച്ചത്. മതി മതി. താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കിൽ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ? അല്ലെങ്കിൽ അയലൊക്കാർക്ക് ദാനെങ്കിലും ചെയ്തൂടെ?
ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഖുറാനിലും അങ്ങനെയാണച്ചോ എഴുതിയിരിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തൂടെ? മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഉദാഹരണത്തിന് തനിക്ക് 2 വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ. ദാനം ചെയ്യച്ചോ, സത്യമായിട്ടും ദാനം ചെയ്യും. മേട്ടുക്കൻ. ഓ, അല്ലെങ്കിൽ തന്റെ വീട്ടില് 2 കോണ്ടസ കാർ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ. ദാനം ചെയ്യച്ചോ. മിടുക്കൻ. അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് 2 സിന്ധി പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ. ചെയ്യില്ലച്ചോ. അതെന്താ? എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് 2 സിന്ധി പശുക്കൾ ഉണ്ടച്ചോ. എന്തിയച്ചോ? ലതയുടെ അമ്മ അറിയുമ്പോഴാണ് ഈ ചിരിയും കളിയൊക്കെ പോവാൻ പോകുന്നത്. അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല. എങ്കിലും അമ്മ എതിര് നിൽക്കില്ലെന്ന എന്റെ വിശ്വാസം. എടാ, നമുക്കൊരു യൂണിയൻ ഉണ്ടാക്കിയാലോ? യൂണിയനോ? അതെ, നമ്മളെ പോലെ സിമിലർ ലൈനിലുള്ളവരുടെ ഒരു യൂണിയൻ. അതില് സന്ധ്യയും സാബുവിനെയൊക്കെ ചേർക്കാം. അവരെ 2 പേരെയും നമ്മൾ ഹാഫയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ മനസ്സിപ്പോ പകുതി സമ്മതത്തില്ല. അതൊന്ന് ഡീപ്പാക്കി എടുക്കേണ്ടത് ലതയുടെ ജോലിയാണ്. ഞാനൊരു ഐഡിയ പറയാം. അതൊക്കെ ഓരോ ടെക്നിക്കാണ്. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം ആഫ്റ്റർ മാരേജ്. അയ്യോ, നമ്മുടെ സാബു അല്ലേ ഇരിക്കുന്നത്? യവനെന്താ എത്ര നേരത്തെ വന്നിരിക്കുന്നത്? ഓരോ പാരകൾ നോക്കണേ. എടാ, നിന്റെ അടുത്ത് 5 മണിക്ക് വരാനല്ലേ പറഞ്ഞത്? ഇത്ര നേരത്തെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആര് പറഞ്ഞു? എടാ, എനിക്ക് മുറിയിൽ ഇരുന്നപ്പോ ഒരേ ടെൻഷൻ. നീ 4 മണിക്കാണോ 5 മണിക്കാണോ വരാൻ പറഞ്ഞതെന്ന്. നീ ഞാൻ ലേറ്റ് ആയി പോയിന്ന് കരുതി സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ. ഓ, ഫീലിംഗ്. എടാ, സന്ധ്യ 5 മണി കഴിഞ്ഞിട്ടേ വരൂ. അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി. നിന്നെ കാണുമ്പോ ഒരു സർപ്രൈസ് ആവണം. സാബു നമ്മൾ പ്ലാൻ ചെയ്തോന്നാണെന്ന് സന്ധ്യ അറിയല്ലേ? ഏയ്, നീ ഒരു കാര്യം ചെയ്യ്, പുറത്തു പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ച് തിന്നിട്ട് വാ. അതെ, എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. അതല്ലേ? എങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് വാ. പിന്നെ അടുത്തൊന്നും വേണ്ട, ദൂരെ ചെന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വാ. 2 എണ്ണത്തിനെ ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാട് ദൈവത്തിന് അറിയാം. അപ്പൊ നമുക്കിട്ട് തന്നെ പണിഞ്ഞ. ഓ, അല്ല, ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലോ? അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ചെല്ല് ചെല്ല്, പോ. ഏതായാലും നമ്മുടെ സമയം കളയണ്ട. നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കും. വന്നേ. ചെല്ലക്കാറ്റിൻ പള്ളിത്തേരിൽ ചിങ്ങച്ചെമ്മാനം കന്നിത്തേനെ നിന്നെ തേടും വർണ്ണക്കൂടാരം. ചെല്ലക്കാറ്റിൻ പള്ളിത്തേരിൽ ചിങ്ങച്ചെമ്മാനം കന്നിത്തേനെ നിന്നെ തേടും വർണ്ണക്കൂടാരം. തങ്കക്കമ്പി വീണ മീറ്റി നിന്റെ ഓർമ്മ പൂവനിയിൽ മഞ്ഞത്തുമ്പിയാം കിനാവുമായി മൗനത്തിൻ നേർത്ത തെന്നലിൽ. തങ്കക്കമ്പി വീണ മീറ്റി നിന്റെ ഓർമ്മ പൂവനിയിൽ മഞ്ഞത്തുമ്പിയാം
കൂടാരം. ഹലോ സന്ധ്യ. അയ്യോ സന്ധ്യ, അങ്ങനെ അങ്ങ് പോയാലോ? സന്ധ്യ എന്ന് 2 വാചകം പറഞ്ഞത് വളരെ നന്നായി. ഇപ്പൊ ഒരുത്തനും വായി നോക്കി നിൽക്കാറില്ല. ഞാൻ ഇവനെ ശരിക്കൊന്ന് ഫയർ ചെയ്തു. പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്. എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സിലാ. നാട്ടിലാണെങ്കിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, ബംഗ്ലാവ്. ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല. എന്റെ MBA കഴിഞ്ഞപ്പോ മമ്മി ഡാഡി അങ്ങോട്ട് വിളിച്ചതാ. ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചെറുപ്പം മുതലേ ഞാനൊരു മിമിക്ക. അതുകൊണ്ടാ നേരം കളയാൻ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. സോറി, ഞാൻ ബയോഡേറ്റ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ലീലാമ്മയോ? പോന്നേ, ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നുമില്ല. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയാ? എന്താ പരിപാടി പറ. എല്ലാരും വരട്ടെ. ആ, എസ്റ്റേറ്റ് മുതലാളി വരുന്നുണ്ട്. കേട്ടോടാ സ്വാമി, ഡാഡിയും മമ്മിയും സ്റ്റേറ്റ്സിലാ. ആണോ? ആ, നാട്ടിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, ബംഗ്ലാവ്. MBA കഴിഞ്ഞപ്പോ അമേരിക്കയിലേക്ക് ഡാഡി മമ്മി വിളിച്ചതാ. എന്നിട്ട് പക്ഷെ പോകാൻ താല്പര്യമില്ല അത്രേ. ആ, എന്നാണ് നിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്ക പോയത്? ഏക്കർ കണക്കിന് എസ്റ്റേറ്റും ബംഗ്ലാവും. എന്തിനാടാ ഈ പെര കത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത്? എടാ, ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ ഒരു കാര്യം, മേലിൽ നീ നമ്പർ ഇട്ടുകൊണ്ട് സന്ധ്യയുടെ അടുത്ത് ചെല്ലരുത്. ചെന്ന നീ എന്ത് ചെയ്യോടാ?